പഠനമെന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ പല ഓർമ്മകളും വരും അല്ലേ? ചിലപ്പോൾ അത് പുസ്തകങ്ങളുടെ നല്ല മണമുള്ള ഓർമ്മകളായിരിക്കാം. മറ്റു ചിലപ്പോൾ പരീക്ഷ, മാർക്ക് എന്നൊക്കെ കേൾക്കുമ്പോൾ നെഞ്ചിലൊരു ഭാരം കയറുന്ന പോലൊരു തോന്നലും വരാം. ആ യാത്രയിലെ ചില വെല്ലുവിളികളെക്കുറിച്ചും അതിനപ്പുറം നമുക്കുള്ള സാധ്യതകളെക്കുറിച്ചുമാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒരുപാട് മണിക്കൂറുകൾ നമ്മൾ പുസ്തകത്തിനു മുന്നിലിരിക്കും, പഠിക്കും. പക്ഷെ പരീക്ഷാ ഹാളിലെത്തുമ്പോൾ അതൊന്നും ഓർമ്മ വരുന്നില്ല. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന അത്ര വേഗത്തിൽ എനിക്ക് കാര്യങ്ങൾ പിടികിട്ടുന്നില്ലല്ലോ എന്നൊരു തോന്നല്. ഇതൊരുപക്ഷെ നിങ്ങൾക്ക് മാത്രം അനുഭവപ്പെടുന്ന ഒന്നായിരിക്കില്ല. പഠനത്തിൽ കുറച്ചൊന്ന് പിന്നോട്ട് പോയാൽ മതി, നമുക്ക് പല പേരുകൾ വീഴും. മടിയനാണ്, ശ്രദ്ധയില്ല, പഠിക്കാൻ തീരെ മോശം, അല്ലേ? ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ ഒരു സംശയം തോന്നിത്തുടങ്ങും. സത്യത്തിൽ പ്രശ്നം നമ്മളിലാണോ, അതോ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്ന രീതിയിലാണോ? അപ്പോ നമുക്ക് ഈ വിഷയത്തെ അന്ന് വേറെ രീതിയിൽ നോക്കിയാലോ? കൂടുതൽ കഷ്ടപ്പെടുക എന്നതിനപ്പുറം മറ്റെന്തെങ്കിലും വഴികളുണ്ടോ എന്ന്. സാധാരണ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഈ പ്രശ്നത്തിന് കാരണം നമ്മുടെ മടിയോ, ശ്രദ്ധയില്ലായ്മയോ, അല്ലെങ്കിൽ പഠിക്കാൻ താൽപ്പര്യമില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിലോ? ഈയൊരു ചോദ്യം ഒരു പക്ഷേ നമ്മുടെ ചിന്തയെ തന്നെ മാറ്റിമറിച്ചേക്കാം. ദാ ഈ ഒരു സംഖ്യ 80%. മനസ്സിൽ വെച്ചോളൂ. അതെ, നമ്മൾ കേട്ടത് ശരിയാണ്. പഠനത്തിൽ നമ്മൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളിൽ 80%നും കാരണം മടിയോ മോട്ടിവേഷൻ കുറവോ ഒന്നുമല്ല, മറിച്ച് നമ്മുടെ തലച്ചോറിനകത്തുള്ള ചില അടിസ്ഥാനപരമായ കഴിവുകളുടെ ഒരു ബലക്കുറവാണ്. ഇതൊരിക്കലും നമ്മുടെ സ്വഭാവത്തിന്റെയോ മടിയുടെയോ പ്രശ്നമല്ല, നമ്മുടെ ബ്രെയിനിന് കുറച്ചുകൂടി പരിശീലനം ആവശ്യമുള്ള ചില കഴിവുകളുടെ കാര്യമാണ്. നമ്മുടെ തലച്ചോറ് എങ്ങനെയാണ് ഈ വിവരങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. തലച്ചോറിനെ ഒരു കമ്പ്യൂട്ടറായിട്ടൊന്ന് സങ്കല്പിച്ചു നോക്കൂ. സ്കൂളിൽ നമ്മൾ പഠിക്കുന്ന കണക്കും സയൻസും ഒക്കെ ഇല്ലേ, അതൊക്കെ ഒരു കമ്പ്യൂട്ടറിലെ സോഫ്റ്റ്വെയർ പോലെയാണ്. പക്ഷെ ആ സോഫ്റ്റ്വെയർ നല്ല സ്മൂത്തായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നല്ലൊരു ഹാർഡ്വെയർ വേണ്ടേ? അതുപോലെയാണ് നമ്മുടെ തലച്ചോറിന്റെ കാര്യവും. ഓർമ്മ, ശ്രദ്ധ, കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള വേഗത, ഇതൊക്കെയാണ് ആ ഹാർഡ്വെയർ. ഈ ചിത്രത്തിലേക്ക് ഒന്ന് നോക്കൂ. നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ, അതായത് ഇൻപുട്ട്, ആദ്യം നമ്മുടെ ശ്രദ്ധയിലൂടെയാണ് തലച്ചോറിലേക്കെത്തുന്നത്. പിന്നെ അവിടെ നമ്മുടെ ഓർമ്മ, ചിന്തിക്കാനുള്ള കഴിവ്, പ്രോസസ്സ് ചെയ്യാനുള്ള വേഗത, ഇതെല്ലാം കൂടി ചേർന്നാണ് ആ വിവരത്തെ ഒരു അറിവാക്കി, അതായത് ഒരു ഔട്ട്പുട്ടാക്കി മാറ്റുന്നത്. ഇതിലേതെങ്കിലും ഒരു കണ്ണിക്ക് ബലം കുറഞ്ഞാലോ പിന്നെ നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും പഠനം മുന്നോട്ടു പോകാൻ ബുദ്ധിമുട്ടും. അപ്പോ ഒരു ചോദ്യം വരും, ഈ ഹാർഡ്വെയർ നമുക്ക് നന്നാക്കിയെടുക്കാൻ പറ്റുമോ, മെച്ചപ്പെടുത്താൻ സാധിക്കുമോ? ഉറപ്പായും സാധിക്കും. അതാണ് ഏറ്റവും വലിയ പ്രതീക്ഷ. നമ്മുടെ തലച്ചോറിന്റെ കഴിവുകൾ അങ്ങനെയെന്ന് ഉറച്ചുപോയ ഒന്നല്ല. ഇതിന് പിന്നിൽ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നൊരു ശാസ്ത്രീയ സത്യമുണ്ട്. വളരെ ലളിതമായി പറഞ്ഞാൽ, നമ്മുടെ തലച്ചോറിന് എപ്പോഴും പുതിയ വഴികൾ ഉണ്ടാക്കാനും പഴയതിനെ ബലപ്പെടുത്താനുമുള്ളൊരു കഴിവുണ്ട്. നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ മസിലുകൾക്ക് ബലം വെക്കുന്നില്ലേ, അതുപോലെ തന്നെയാണ് ശരിയായ പരിശീലനം കൊടുത്താൽ നമ്മുടെ തലച്ചോറും കൂടുതൽ ശക്തമാകും. ഈ ചിത്രങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. പരിശീലനത്തിനു മുൻപ് തലച്ചോറിലെ ആ ന്യൂറൽ കണക്ഷനുകൾ കണ്ടില്ലേ, എത്ര കുറവാണെന്ന്. പക്ഷേ വെറും 2 മാസത്തെ പരിശീലനം കഴിഞ്ഞപ്പോഴോ ആ നെറ്റ്വർക്ക് എത്രത്തോളം വലുതും ശക്തവുമായെന്ന് നോക്കിക്കേ. ഇതിനെയാണ് നമ്മൾ തലച്ചോറിന്റെ ഹാർഡ്വെയർ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുക എന്ന് പറയുന്നത്. ഈ കഴിവുകൾ വെറുതെ പഠനത്തിനു വേണ്ടി മാത്രമുള്ളതല്ല കേട്ടോ. ഇത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ലോജിക്, മെമ്മറി, ശ്രദ്ധ, ഈ അടിസ്ഥാന കഴിവുകളൊക്കെ കണക്ക്, സയൻസ്, ഭാഷകൾ, അങ്ങനെ എല്ലാ വിഷയങ്ങൾക്കും ഒരു അടിത്തറ പോലെയാണ്. ആ അടിത്തറ സ്ട്രോങ് ആണെങ്കിൽ പിന്നെ ഏത് കെട്ടിടവും നമുക്ക് എളുപ്പത്തിൽ പണിതുയർത്താം, അല്ലേ? ഈ കഴിവുകൾ ശക്തമായാൽ പഠിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ പറ്റും. സ്പോർട്സിൽ കളിക്കുമ്പോൾ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. നമ്മുടെ വികാരങ്ങളെ നന്നായി നിയന്ത്രിക്കാൻ സാധിക്കും. ഭാവിയിൽ എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ച് നല്ല വ്യക്തത വരും. അതുപോലെ ജീവിതത്തിലെ പല കാര്യങ്ങളും പ്ലാൻ ചെയ്യാനും ചിട്ടപ്പെടുത്താനും നമ്മളെ സഹായിക്കും. അതുകൊണ്ട് ഇനി മുതൽ പഠനത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്താരീതി തന്നെ ഒന്ന് മാറ്റേണ്ടതുണ്ട്. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ പ്രശ്നങ്ങളുണ്ടാക്കിയ അതേ ചിന്തകൾ ഉപയോഗിച്ച് നമുക്കവ പരിഹരിക്കാനാവില്ല എന്ന്. ഞാൻ ആവശ്യത്തിന് കഷ്ടപ്പെടുന്നില്ല എന്ന ചിന്തയിൽ നിന്ന് മാറി എന്റെ ഏത് കഴിവാണ് ഞാൻ കുറച്ചുകൂടി മെച്ചപ്പെടുത്തേണ്ടത് എന്നൊരു ചോദ്യത്തിലേക്ക് നമ്മൾ മാറേണ്ട സമയമായി. ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ എന്തു പഠിക്കുന്നു എന്നതിൽ മാത്രം ശ്രദ്ധിക്കാതെ എങ്ങനെ പഠിക്കണം, പഠിക്കാനായി നമ്മുടെ തലച്ചോറിനെ എങ്ങനെ കൂടുതൽ സജ്ജമാക്കാം എന്നതിലേക്കുകൂടി നമ്മുടെ ശ്രദ്ധ മാറിയാൽ
എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും വരാൻ പോകുന്നത്? ഈയൊരു ചിന്ത ഞാൻ നിങ്ങൾക്കായി വിടുന്നു.